തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇപ്പോഴും F-35 കിടക്കാണ്, യുദ്ധവിമാനം. എന്തായിരിക്കും എൻ്റെ ഭാവി? അതിൻ്റെ ഭാവി ഇപ്പോൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമാനം ഇനി പറക്കില്ല. അതിന് ഹൈഡ്രോളിക് ഫെയിലിയർ ഉണ്ട് എന്നാണ് പറയുന്നത്. വിമാനത്തിന് ഉയർന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ആദ്യം ഇത് പറഞ്ഞു കേട്ടത് വിമാനത്തിൻ്റെ ഇന്ധനം തീർന്നു. അത് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ ഇന്ത്യയുമായി ചേർന്ന് പാസെക്സ് 2025 എന്ന് പറയുന്ന നാവിക അഭ്യാസത്തിന് വന്ന കപ്പലിലെ വിമാനമാണ്. വിമാനവാഹിനി കപ്പലാണല്ലോ, അതിൽ വിമാനം ഉണ്ടാവും സ്വാഭാവികം. ആ വിമാനമാണ്. അത് പറന്ന് വന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ ഇന്ധനം തീർന്നു, തിരിച്ച് കപ്പലിലേക്ക് പോകാനുള്ള ഇന്ധനമില്ലാത്തത് കൊണ്ട് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് 7700 എന്ന് പറയുന്ന എമർജൻസി കോഡ് അയച്ച് അനുമതി വാങ്ങി ATCയിലേക്ക് അയച്ച്, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ച് അനുമതി വാങ്ങിയിട്ട് അവിടെ ഇറങ്ങി എന്നാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അതിനുശേഷം ആ വിമാനം സ്റ്റെൽത്ത് കാറ്റഗറിയിൽപ്പെടുന്ന വിമാനമാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ സ്റ്റെൽത്ത് വിമാനം ഈ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ ശേഷിയുള്ള വിമാനമല്ലേ? അപ്പോൾ നമ്മൾ ഈ സ്നേഹം കൊണ്ടങ്ങനെ വീർപ്പ് മുട്ടുന്ന ആളുകൾ പറയുന്നുണ്ട്, കണ്ടോടാ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സന്നാഹം സ്റ്റെൽത്ത് വിമാനത്തെയും കണ്ടുപിടിച്ചു എന്നൊക്കെ ആവേശം കൊള്ളുന്നവരെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. നമുക്ക് ചെക്കോസ്ലോവാക്യൻ കമ്പനിയുടെ RL-2000 റഡാറാണ് നമ്മുടെ വിമാനത്താവളത്തിലുള്ളത്. അത് നല്ല കിടിലൻ റഡാർ തന്നെയാണ്, ലോകത്തുള്ള ഏറ്റവും മികച്ച റഡാറുകളിലൊന്നാണ്. അത് നമ്മൾ ഈ പറയുന്ന F-35B ലൈറ്റ്നിങ് എന്ന് പറയുന്ന വിമാനം ലോകത്തിലെ ഏറ്റവും ആധുനികമായ വിമാനങ്ങളിലൊന്നാണ്. പിന്നെ ഏറ്റവും ചിലവേറിയ വിമാനങ്ങളിലൊന്നാണ്. അത് വേണേൽ ഒരു 100-150 എണ്ണം നമുക്ക് വേണേൽ തരാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കുത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ F-35 എന്നുള്ള വിമാനത്തിൻ്റെ പേര് കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ട്രംപ് നമുക്ക് തന്ന ഓഫറാണ് ഇന്ത്യക്ക് F-35 തരാം എന്നുള്ള ഓഫർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതത്ര നല്ല വിമാനമൊന്നുമല്ല. നമുക്ക് സുഖോയ് മതി. സുഖോയുടെ ഏറ്റവും അഡ്വാൻസ്ഡായ സുഖോയ് 57 Su-57 മതി എന്നൊക്കെയാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. രാജ്നാഥ് സിംഗ് അതിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു. അജിത് ഡോവൽ മോസ്കോയ്ക്ക് പോകാനിരുന്നതാണ്, അദ്ദേഹത്തിന് പനിയായത്, ഫ്ലൂ വന്നിട്ട് പോയില്ല. ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ വിമാനം വന്നിറങ്ങിയത് മുതൽ ചില ദുരൂഹതകളുണ്ട്. വിമാനം വന്നിറങ്ങി, അതായത് ആദ്യം പറഞ്ഞതുപോലെ ഇന്ധനം തീർന്നിട്ട് 100 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്നുള്ള വിമാനവാഹിനി കിടക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ ഈ കപ്പൽ പോകും. അത് അവിടെ ഇപ്പോഴും ആങ്കർ ചെയ്ത് കിടപ്പുണ്ട്. അതിനുശേഷം വിമാനം വന്നിറങ്ങി. അപ്പോൾ അതിൽ പറക്കുന്ന വിമാനത്തിന് 100 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ പറക്കാനുള്ള ഇന്ധനം ഇല്ലാതെ വരുമോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെയുണ്ട്. പക്ഷേ അപ്പോഴേക്ക് പിന്നീട് വന്നത് അതിന് സാങ്കേതിക തകരാറുണ്ടായത് കൊണ്ട് ഇറങ്ങിയതാണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ പിന്നീട് വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മുടെ റൺവേയിലാണ്. നമ്മുടെ അധികൃതർ പറഞ്ഞു ഈ വിമാനം സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനമൊക്കെ ആണല്ലോ. നേരത്തെ പറഞ്ഞ സ്റ്റെൽത്തുള്ള വിമാനം കണ്ടുപിടിച്ചു നമ്മളെന്ന് പറയുന്ന അതിൻ്റെ ഒരു നിരർത്ഥകത പറയുകയാണ്. കാരണം വിമാനം സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനം എപ്പോഴും പറക്കുന്നത് സ്റ്റെൽത്ത് കപ്പാസിറ്റിയിലല്ല. അത് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് അത് കോമ്പാക്ട് മോഡിൽ, അതായത് ആക്രമണത്തിനൊക്കെ പോകുമ്പോഴാണ് ഈ വിമാനത്തെ കാണാതിരിക്കുക. സ്റ്റെൽത്തിൻ്റെ പ്രത്യേകത റഡാറിൽ കാണത്തില്ല. റഡാറിൽ കാണാതെ പറക്കേണ്ട എപ്പോഴാണ്? റഡാറിൽ കണ്ടാൽ അപകടമുള്ളപ്പോഴാണ്. അതെ. അപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ സ്റ്റെൽത്ത് മോഡിൽ പറക്കേണ്ട കാര്യമില്ല. സാധാരണ മോഡിൽ ഇത്തരം വിമാനങ്ങൾ ലൂൺബർഗ് സംവിധാനം ഉപയോഗിച്ചാണ് പറക്കുന്നത്. ആ ലൂൺബർഗ് സംവിധാനം അതൊരു ഈ വിമാനത്തിൻ്റെ യാത്രയെ സഹായിക്കുന്ന ഒരു റഡാർ സംവിധാനമാണ്, സിഗ്നലിംഗ് സംവിധാനമാണ്. അത് നമ്മുടെ ATCക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് വിമാനത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഏതായാലും അതുകൊണ്ട് സ്റ്റെൽത്തുള്ള വിമാനത്തെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ വ്യോമ പ്രതിരോധ ശേഷിയുടെ മികവാണ് എന്ന തരത്തിലുള്ള നറേഷന് വലിയ കാര്യമൊന്നുമില്ല. കാരണം സ്റ്റെൽത്ത് ഓഫ് ചെയ്തിട്ടാവുന്നത്. പിന്നെ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് ഒരു വിമാനം സ്റ്റെൽത്തായിട്ട് പറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവാണ്. ഈ വിമാനത്തിൻ്റെ പുറത്തൊരു സ്റ്റെൽത്ത് കോട്ടിംഗ് അടിക്കണം. നമ്മളൊരു പുട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് അടിച്ചിട്ടാണ് വിമാനം പറക്കുന്നത്. അത് ഒരു ദിവസത്തെ ഫ്ലൈ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ആ കോട്ടിങ്ങിൻ്റെ കപ്പാസിറ്റി പോകും. വീണ്ടും സ്റ്റെൽത്ത് കോട്ട് അടിക്കണമെന്നൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എൻ്റെ കേട്ടറിവാണ്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സ്റ്റെൽത്ത് കോട്ടിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെയിലും മഴയും ഒക്കെ കൊണ്ടാൽ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിമാനം രണ്ട് കാര്യങ്ങളൊന്നും, വിമാനം ഈ F-35 പോലെയുള്ള സ്റ്റെൽത്ത് കാറ്റഗറിയിലുള്ള വിമാനങ്ങൾ വെയിലും മഴയും കൊണ്ട് അല്ല സൂക്ഷിക്കാറുള്ള, ഹാങ്ങറുകളാണ് സൂക്ഷിക്കുക. രണ്ടാമത്തത്, ഇത്തരം വിമാനങ്ങൾ ഈ എല്ലായ്പ്പോഴും പറക്കുന്നത് സ്റ്റെൽത്ത് മോഡിലല്ല എന്നതും നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഈ വിമാനം നമ്മുടെ എയർപോർട്ടിൽ വന്നു, അവിടെ ഇറങ്ങി. ഇപ്പോൾ ആകെ അതുകൊണ്ട് ഗുണമുള്ളത് അദാനിക്ക് മാത്രമാണ്. കാരണം അദാനിയാണല്ലോ എയർപോർട്ട് നടത്തുന്നത്. അവിടെ വിമാനം പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണം.
അത് ഇപ്പോൾ അദാനി എന്തായാലും ഒരു ബില്ല് അയച്ചു കൊടുക്കും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ വിമാനത്തെക്കുറിച്ച് വിമാനം നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പലിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ ഏതാനും എഞ്ചിനീയർമാർ വന്നിരുന്നു. അവർ പഠിച്ച പണി നോക്കി വിമാനം ഉയരുന്നില്ല. ഇനി ലോക്ഹീഡ് മാർട്ടിൻ്റെ വിമാനമാണ്. അമേരിക്കയിൽ നിന്ന് ആളുകൾ വരുമോ എന്നറിയത്തില്ല. ഏതായാലും വിമാനം ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ എയർഫോഴ്സ് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം വിമാനത്തിനെ നമ്മൾ വേണം വലിച്ച് വെയിലും മഴയും കൊള്ളണ്ട, ഇതൊരു അമൂല്യമാണെന്ന് അമേരിക്ക പറയുന്ന വിമാനമാണല്ലോ, ഇത് കൊണ്ടുവേണം ഹാങ്കറിലിടാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ക്രൂവിന് താമസിക്കാൻ ഒരു ഷെഡ് തരാമെന്ന് പറഞ്ഞു. അതും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ മഴ കൊണ്ട് വെയിൽ കൊണ്ട് അതവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഈ വിമാനം ആദ്യം പറഞ്ഞ പോലെ ഇനി പറത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവനെ ഇവിടെ ഇടാനും പറ്റത്തില്ല. കാരണം ഇത് F-35 ആണ്. ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ നമ്മളത് അകത്ത് കയറി പൊളിച്ച് നമ്മുടെ പിള്ളേർ ഈ സാധനമൊക്കെ പഠിക്കും. അതുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് വിമാനം കൊണ്ടുവന്ന് ആ വിമാനത്തിനകത്ത് ഇത് കയറ്റിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ F-35 കയറ്റിക്കൊണ്ട് പോകും. എയർ ലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവൻ്റെ ചിറകുകളൊക്കെ അഴിച്ച് ഇവനെ നേരെ ഒരു ട്രാൻസ്പോർട്ട് വിമാനത്തിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകും. അമേരിക്കയ്ക്ക് കൊണ്ടുപോകും, UK കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. അതിനുള്ള നീക്കങ്ങൾ അവനിനി പറക്കത്തില്ല. അവനെ പൊക്കിക്കൊണ്ട് നമ്മുടെ വഴിയിൽ കേടാവുന്ന വണ്ടികളൊക്കെ ടോ ചെയ്ത് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ആകാശത്തൂടെ കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇവനെ എയർ ലിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും F-35 വല്ലാത്ത പേരുദോഷം ഉണ്ടായി. കാരണം F-35 കുറിച്ചിപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ചില F-35 അടിച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഫേക്കാണ്, വ്യാജമാണെന്നുള്ള ഫാക്ട് ചെക്കിങ് വഴി F-35 ഒന്നും വീണിട്ടില്ല എന്ന് ഉള്ള മറുവാദവും വരുന്നുണ്ട്. ഫാക്ട് ചെക്കിങ്ങിലൂടെ തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഇന്ത്യയുടെ വിമാനങ്ങൾ അവർ വീഴ്ത്തി എന്നുള്ള ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട പണി കള്ളം പറയുക എന്നുള്ള, പാകിസ്ഥാനാണെങ്കിലും ഇറാനാണെങ്കിലും വ്യാജം പറയുക എന്നുള്ളത് മതം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് കാര്യം സാധിക്കാൻ വേണ്ടി കള്ളം പറയാമെന്ന് പറയുന്ന ഒരു മതവിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ വ്യാജ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ വിമാനം ഇനി കെട്ടിവലിച്ച് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. കെട്ടിവലിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് കെട്ടിവലിച്ച് ലിറ്ററലി എടുക്കണ്ട, അതിൻ്റെ സാധനമൊക്കെ അഴിച്ചു മാറ്റി അവനെ വേറെ ട്രാൻസ്പോർട്ട് വിമാനം വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഏതായാലും ഈ F-35B വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് ബ്രിട്ടന് റോയൽ എയർഫോഴ്സിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. F-35 അമേരിക്കയ്ക്കും നാണമായിപ്പോയി. ഇത് കൊണ്ടുവന്നിട്ട് ഈ സാധനം കണ്ടില്ലേ നാണക്കേട് ആക്രിക്ക് കൊടുക്കാം എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ പിടിച്ച് OLXൽ വിൽക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് ബ്രിട്ടന്, അമേരിക്കയ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ വിമാനങ്ങളിങ്ങനെ അപകടത്തിൽപ്പെടുന്നതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമാണ്, മറ്റ് രാജ്യങ്ങളിൽ ഇറക്കി വിടാം. പക്ഷേ ഇത് പഠിച്ച പണി 18 നോക്കിയിട്ടും ഇവനൊന്നും പൊങ്ങുന്നില്ല, ഇവരെ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഫ്യൂവലൊക്കെ അടിച്ചു കൊടുത്തു. നമ്മളിപ്പോൾ CISFൻ്റെ ഗാർഡിട്ട് നമ്മളവിടെ ഇരുത്തി, കസ്റ്റഡിയിലല്ല, എന്നാൽ അതിന് കാവലൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ബ്രിട്ടീഷ് എയർഫോഴ്സിന്, റോയൽ എയർഫോഴ്സിന് ഇതിന് ഇതുപോലത്തുള്ള നാണക്കേട് മുമ്പും പറ്റിയിട്ടുണ്ട്. 1983 ഇവരുടെ ഒരു സീ ഹാരിയർ വിമാനം ഇതുപോലെ ഒരു ചരക്ക് കപ്പലിൽ കൊണ്ടിറക്കേണ്ടി വന്നു. ഫ്യൂവലില്ല, ഇന്ധനം തീർന്നുപോയി. അതായത് വിമാനവാഹിനി കപ്പലുകളിൽ റൺവേ കുറവായതുകൊണ്ട് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും വന്നിറങ്ങുന്നു കുറഞ്ഞ ദൂരമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുന്നൊരു മെക്കാനിസമുണ്ട്. ഈ മെക്കാനിസത്തിൻ്റെ സഹായമില്ലാതെ തന്നെ വന്നിറങ്ങാൻ കഴിയുന്ന വിമാനമാണ് ഈ F-35Bയും ഈ സീ ഹാരിയർ എന്ന് പറയുന്ന വിമാനവും. അപ്പോൾ ഈ നാറ്റോ മുമ്പൊരിക്കൽ ഈ 1983 അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു മൾട്ടി നാഷണൽ ട്രെയിനിങ് നടത്തി. അപ്പോൾ അവർക്ക് കൊടുത്തൊരു ബ്രിട്ടൻ്റെ ഈ വിമാനങ്ങൾ, അപ്പോൾ ഈ വ്യോമാഭ്യാസം നാവികാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു യുദ്ധം ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഒരു യുദ്ധരംഗത്ത് ഒരു യുദ്ധത്തിൽ എന്തെല്ലാം സാഹചര്യം ഉണ്ടാവും, അതപ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള പരിശീലനമാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന സീ ഹാരിയർ വിമാനത്തിന് കൊടുത്ത ദൗത്യം എന്ന് പറയുന്നാൽ ഒരു ഫ്രഞ്ച് വിമാനവാഹിനി ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? അവരുടെ റേഡിയോ റേഡിയോ ഓഫ് ചെയ്യണം. മിനിമം ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉപയോഗിക്കാവുള്ളൂ. റേഡിയോ റഡാർ സംവിധാനങ്ങളൊക്കെ പരമാവധി ഓഫ് ചെയ്തിട്ട് ഒരു വിമാനവാഹിനി കപ്പൽ ഫ്രാൻസിൻ്റെ അതിനെ കണ്ടെത്തണം. അങ്ങനെ ഒരു കള്ളനും പോലീസും കളിയും പോലത്തെ ഒരു ദൗത്യമാണ് ഈ സീ ഹാരിയർ വിമാനത്തിന് കൊടുത്തത്. ഇതിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് സബ് ലഫ്റ്റനൻ്റ് ആയിട്ടുള്ള സോപ്പി വാട്സൺ എന്ന് പറഞ്ഞ 25-കാരനായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ വിമാനം പറത്തി. അപ്പോൾ ഇയാളുടെ കൂടെ ബഡിയായിട്ട് മറ്റൊരു വിമാനം കൂടിയുണ്ട്. ഇവർ രണ്ടുപേരൂടെ ചേർന്നിട്ടും, അതും ഒരു സീ ഹാരിയറാണ്, രണ്ടുപേരൂടെ ചേർന്നിട്ട്
ഈ ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലിനെ കണ്ടെത്തണം എന്നുള്ള ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ പറന്ന് ഇത് വളരെ മുകളിലേക്കൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റേ വിമാനത്തിനെ കാണുന്നില്ല. ഇയാൾക്ക് വഴിയൊക്കെ തെറ്റി. കാരണം ഇലക്ട്രോണിക് റഡാർ അടക്കമുള്ള മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ ഓഫാണ്. അപ്പോൾ ആകെ ഈ സംഗതി ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പൈലറ്റ് വാട്സൺ, സോപ്പി വാട്സൺ എന്ത് ചെയ്തു, റഡാറൊക്കെ ഓഫ് ചെയ്തു, റേഡിയോ ഒക്കെ ഓൺ ചെയ്തു, ഓഫാക്കിയതൊക്കെ ഓൺ ചെയ്തു. അപ്പോൾ എന്തൊരു ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓഫാക്കിയതോടെ അത് കേടായിപ്പോയി. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇയാൾ നേരെ തീരുമാനിച്ചു ഏതാണ്ട് തീരം ഏത് ഭാഗത്തേക്കാണെന്നുള്ള ധാരണയിൽ അയാൾ ഏതാണ്ട് കിഴക്കൻ ഭാഗത്തേക്ക് പറന്നങ്ങ് പോകുമ്പോൾ ഒരു കപ്പൽ പോകുന്നുണ്ട്. അൽ റൈഗോ എന്ന് പറഞ്ഞൊരു കപ്പൽ പോകുന്നു, ഒരു ചരക്ക് കപ്പലാണ്. അപ്പോൾ ഇറങ്ങാൻ ഫ്യൂവലും തീർന്നു, കരയിലെത്താനുള്ള ഫ്യൂവലില്ല, ഇറങ്ങാൻ ഈ മദർഷിപ്പ് പറന്നു വന്ന കപ്പൽ ഏതാണെന്ന് അറിയത്തില്ല, അതിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? അപ്പോൾ നോക്കുമ്പോൾ ഒരു ചരക്ക് കപ്പലാണ്. ഇയാൾ പറന്നിട്ട് നമ്മുടെ പൈലറ്റ് വാട്സൺ പറന്ന് അൽ റൈഗോ എന്ന് പറയുന്ന ഈ കപ്പലിൽ വന്നിറങ്ങി. അതൊരു സ്പാനിഷ് കാർഗോ ഷിപ്പായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു ഡെലിവറി വാൻ കിടപ്പുണ്ടായിരുന്നു. ഈ വിമാനം വന്നിറങ്ങിയപ്പോൾ ഡെലിവറി വാനിന് കേടുപാട് പറ്റി. എന്നിട്ട് ഒരു തരത്തിൽ ഈ വിമാനം അവിടെ ഇറക്കി. അതോടെ വിമാനം രക്ഷപ്പെട്ടു. പക്ഷേ ഈ കപ്പലുകാരെന്ത് ചെയ്തറിയോ? കപ്പലുകാർ ഈ വിമാനം ഇറങ്ങിക്കൊണ്ട് വിമാനം കൊണ്ടുപോകാൻ ആൾ വരാൻ നിന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കാർഗോ കപ്പലാണ്, നീ ഞങ്ങളുടെ കപ്പലെ ചോദിക്കാതെ പറയാൻ വന്നിറങ്ങിയതാണ്, നിൻ്റെ നാട്ടുകാർ വന്ന് ബ്രിട്ടൻ വന്ന് കൊണ്ടുപോകാതിരിക്കുമോ, ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ കപ്പൽ അതുകൊണ്ട് ഇത് പോകേണ്ട സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കപ്പൽ പിന്നെ 4 ദിവസം ഈ വിമാനത്തിനെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഈ ഡെലിവറി വാനൊരു തകരാറും പറ്റി. ഏതായാലും അവസാനം ഇതെല്ലാം രമ്യമായി പരിഹരിച്ചു. അതായത് ഇവർക്ക് വലിയ തോതിലുള്ള നഷ്ടപരിഹാരം ഇത് വന്ന് ഇറക്കിയത് ഈ കപ്പലിന് അൽ റൈഗോ എന്ന് പറയുന്ന ഈ സ്പാനിഷ് കപ്പലിന് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് വലിയൊരു തുക നഷ്ടപരിഹാരമായി കൊടുത്ത് പ്രശ്നം രമ്യമായി തീർത്തു. അതിനുശേഷം 2 തരത്തിലുള്ള എൻക്വയറി നടത്തി. രണ്ടാമത്തെ എൻക്വയറി എയർഫോഴ്സ് നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് ഈ വാട്സൺ എന്ന് പറയുന്ന ആൾക്ക് ഈ വിമാനം പറപ്പിക്കാനും സൈനിക അഭ്യാസത്തിലൊക്കെ പങ്കെടുക്കാനുള്ള കോഴ്സിൻ്റെ 75% പരിശീലനം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവന് പറപ്പിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. പറപ്പിക്കാനൊക്കെ അറിയാം, പക്ഷെ പൂർണ്ണമായിട്ട് പറപ്പിച്ച് കഴിഞ്ഞാൽ നിർത്താൻ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ എന്ന് ബ്രേക്ക് എവിടെയെന്ന് ചോദിക്കുന്നത് പോലെയായിരുന്നു വാട്സൺ. ഏതായാലും ഇയാൾ ഇതൊരു വലിയ ചരിത്ര സംഭവമാണ്. ബ്രിട്ടീഷ് എയർഫോഴ്സിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ സീ ഹാരിയർ വിമാനത്തിൻ്റെ 1983 ഈ 1983 ഈ പിഴവ്. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞോ ഈ എയർക്രാഫ്റ്റിൻ്റെ പേര് പിന്നീട് ZA-176 നമ്പറിലുള്ള വിമാനമായിരുന്നു. അതിൻ്റെ പേര് FA-2 വേരിയൻ്റ് ആക്കി മാറ്റിയിട്ട് ഇത് പിന്നീട് റിട്ടയർ ചെയ്തു. ഈ സീ ഹാരിയർ വിമാനം ബ്രിട്ടൻ്റെ വ്യോമ ചരിത്രത്തിലെ ഒരു വലിയ നാണക്കേടുണ്ടായ സംഭവമായിരുന്നു ഇത്. എന്നിട്ട് അതിപ്പോൾ അവിടുത്തെ ബ്രിട്ടൻ്റെ ഒരു എയർ മ്യൂസിയത്തിൽ ഈ വിമാനം കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് എയർഫോഴ്സിന് നാണക്കേടുണ്ടാക്കിയ ഈ വിമാനം സീ ഹാരിയർ ഇപ്പോൾ ഒരു മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ വിഖ്യാതമായ ലൈറ്റ്നിങ് F-35B ഇവിടെ നിന്ന് ചിറകുകളഴിച്ച് വാലഴിച്ച് ഒരു ട്രാൻസ്പോർട്ട് വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ബ്രിട്ടൻ ഈ പറയുന്ന മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടനെ സംബന്ധിച്ച് US-നെ സംബന്ധിച്ചൊക്കെ അതിന് വലിയ നാണക്കേടാണ്. അപ്പോൾ സീ ഹാരിയർ വിമാനത്തിൻ്റെ കഥയും നാണക്കേടാണ്. പക്ഷേ അവരത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടാണ് ഈ വിമാനം ഇങ്ങനൊരു ചരിത്രമുള്ളതാണ്. ഈ വിമാനങ്ങൾ ഇതാണ് അന്തവിമാനം. വാട്സനെ പിടിച്ച് വെച്ചിട്ടില്ല, വിമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. വാട്സൺ ഇപ്പോൾ എയർഫോഴ്സിലുണ്ടോ അറിയില്ല, ഉണ്ടാവുമായിരിക്കാം. ഏതായാലും F-35B എന്ന് പറയുന്ന ലോകത്തിലെ മൈറ്റി പവറുള്ള ഒരു വിമാനം അങ്ങനെ ഓരോ ദിവസവും നാണം കെട്ട് നമ്മുടെ റൺവേ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചത് വളരെ നന്നായി എന്നാണ് ഈ വിമാനത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. പണ്ടാരോ പറഞ്ഞ പോലെ പുറപ്പെടുകയും ചെയ്തു, എത്തിയില്ല എന്ന് പറയുന്ന പോലെയായിപ്പോയി ബ്രിട്ടീഷ് എയർഫോഴ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.